അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 3 തുടങ്ങിയിട്ടൊന്ന് വായിക്കു സാറാമ്മ സിസ്റ്റർ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കിലിക്കയിലെ തർസസു ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങൾ എല്ലാവരും ഇന്നിരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്ത് വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവെ, നീ ആരെന്ന് ഞാൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. കർത്താവെ, ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കസിലേക്ക് പോക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കണ്ണു കാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ചു നടത്തി. അങ്ങനെ ഞാൻ ദമസ്കോസിലെത്തി. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു. സഹോദരനായ ശൗലെ, കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു. ആ നാഴിയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു, അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടമറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. ഇനിയും താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. അതിന് ഞാൻ, കർത്താവെ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തുവെന്നും നിന്റെ സാക്ഷിയായ സ്തെഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചരികെ നിന്നു അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു. ആമേൻ. മതി സിസ്റ്റർ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാം, 9-ാമത്തെ അധ്യായത്തിലാണ് ദമസ്കോസിന്റെ പടിവാതിൽക്ക് ശേഷി കർത്താവുമായിട്ട് പൗലോസ് എൻകൗണ്ടർ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ കാണുന്നുണ്ട്, അവിടെ നിന്ന് അന്യാസം വരുന്ന പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് സ്നാനം കൊള്ളുക. ഹല്ലേലൂയ. അവിടെ അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. മറ്റേ എനിക്കത് 16-ാം അധ്യായത്തിനകത്ത് തോന്നുന്നു. അവിടെയും ഹല്ലേലൂയ വീണ്ടും 2 പ്രാവശ്യം ഇത് അനുഭവം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പൗലോസ് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ രണ്ടിടത്തും കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഹാലയില്ല, കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഹാല നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റങ്ങ് സ്നാനപ്പെടുകയല്ല ചെയ്ത് അവിടെ അയച്ച ഹാലയില്ല അനനിയാസ് ഒരു സുവിശേഷം പറയുന്ന പോലെ തന്നെ പൗലോസ് പറയുന്നുണ്ട്. നീ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ സ്ഥാനപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഹാലേലി. അതുപോലെ കർത്താവ് യേശുക്രിസ്തു ഒരു വാക്കല്ല ഹാലേലി കൂടുതൽ സമയം പൗലോസിനോട് സംസാരിച്ചു നമ്മൾ അറിയുന്നത്. അവിടെ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്താ മുള്ളിന് നേരെ ഉதைക്കുന്നത് എന്ത്, അങ്ങനെയൊക്കെ ചോദിച്ച ഹാലേലിയ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തുവുമായിട്ടൊരു എൻകൗണ്ടർ സംഭവിച്ചു. അല്ലെ, അവിടെ എഴുതിയേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശം വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും പിന്നെ ഞാൻ നിലത്ത് വീണ്, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുക എന്ത് എന്നോട് പറയുന്നത് ഒരു ശബ്ദം കേട്ട്. കർത്താവെ, നീ ആരെന്ന് ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന നസറായ യേശു ആകുന്നു ഞാനെന്ന് അവരെന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ള വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടില്ല. ഹല്ലേലൂയ. അവിടെ ഒന്ന് ഒരു 100 പേരിരുന്നാലും 1000 പേരിരുന്നാലും
10 പേരിരുന്നാലും ഹാലലിയ യേശു കർത്താവിൻ്റെ എൻകൗണ്ടർ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ആമ വ്യക്തിപരമായി തന്നെ സംസാരിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് കേൾക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശൗല് അവിടെ ആമേ ഹാലലിയ വെളിച്ചം കണ്ടത് മാത്രമല്ല ദൈവശബ്ദം കൃത്യമായി കേൾക്കുകയും ചെയ്തു. പലപ്പോഴും ദൈവം പലരും പറയാറുണ്ട് ദൈവം ഞങ്ങളോട് പറഞ്ഞില്ല പക്ഷെ പലരോടും ദൈവം സംസാരിക്കുന്നുണ്ട്, അവരത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. അത് കേട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് അവിടേക്ക് കർത്താവിന് വേണ്ടി സമർപ്പിക്കും. അപ്പൊ ഇവിടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നമുക്ക് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ കൂടെയുള്ളവരൊരു വാക്ക് പോലും കേട്ടില്ല. അപ്പൊ ദൈവശബ്ദം എപ്പോഴും ഞാൻ പറയാ വ്യക്തിപരമാണ് സംസാരിക്കുന്നത്. അത് അടുത്ത് നിൽക്കുന്നവർക്ക് പോലും കേൾക്കാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് അതിനുശേഷം എഴുന്നേറ്റ് ദമസ്കോസ് നീ ചെയ്യേണ്ട വിധിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് കർത്താവ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോവുക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നില്ല അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അവിടെ ഇത് കർത്താവായ യേശു ആണ് എന്ന് മനസ്സിലായ സമയത്ത് തന്നെ പൗലോസ് അങ്ങോട്ട് ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്. ദൈവം ഒരിക്കൽ എട്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വചനത്തിലൂടെ ആകട്ടെ, ഒരു വ്യക്തിയിലൂടെ ആകട്ടെ, ഡയറക്റ്റ് ആകട്ടെ, ദൈവം എട്ടപ്പെട്ട് കഴിഞ്ഞ ഉടനെ അവിടെ നമ്മളടുത്ത് ചോദിക്കണ ചോദ്യം എന്താ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. കാരണം ദൈവത്തോട് ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ ദൈവം നമ്മൾ ഒരിക്കലെങ്കിലും സംസാരിച്ചാൽ എന്തിനു വേണ്ടിയാണ് എന്താ ചെയ്യേണ്ടത് അങ്ങോട്ട് നമ്മൾ ആരെങ്കിലും ദൈവത്തോട് നേരം വിളിക്ക് എഴുതിട്ട് കർത്താവ് എന്തോ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ടോ? ഇവിടെ പക്ഷെ പൗലോസ് ചോദിച്ച ചോദ്യം കർത്താവ് ഞാൻ എന്ത് ചെയ്യണം അപ്പൊ കർത്താവ് യേശു ക്രിസ്തു പറയുന്ന മറുപടി എന്താണ്? ഹല്ലേലൂയ. എന്നെ ദമസ്കോസിൽ നീ ചെയ്യേണ്ട വിധിച്ചിരിക്കുന്നില്ല അവിടെ നിന്നോട് പറയുന്നത് കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ നീ ദമസ്കോസിലേക്ക് പൊക്കോ, നീ ചെയ്യേണ്ടതെല്ലാം ഞാൻ വിധിച്ചിട്ടുണ്ട്, അത് നിന്നോട് പറയും. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് എല്ലാം മുന്നമേ നിശ്ചയിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഹല്ലേലൂയ. അത് നമ്മളോട് പറയും. ഇവിടെ ഒരു വ്യക്തി വിട്ടാണ് നമ്മൾ ആദ്യം പറയിക്കുന്നത്. എന്ന് വെച്ചാൽ ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കണ്ണ് കാണൽ കൂടെ എന്നെ കൈക്ക് പിടിച്ച് നടത്തി. അങ്ങനെ ഞാൻ ദമസ്കോസിലെത്തി. അവിടെ പാർക്ക സകല യഹൂദന്മാരിലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പറയാൻ ഭക്തിയുള്ള പുരുഷൻ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്നു നിന്നു. അനന്യാസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ? സകല യഹൂദന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായ അനന്യാസ് എന്നൊരു പുരുഷൻ. ഹല്ലേലൂയ. അപ്പോൾ പാസ്റ്റർമാരാണെങ്കിലും നമ്മുടെ സുവിശേഷകരാണെങ്കിലും സ്നാനപ്പെടുത്താൻ വരുന്നവരാണെങ്കിലും ഒക്കെ അവർക്കൊരു എന്താ പറയാ, സകല മനുഷ്യരാണ് നല്ല സാക്ഷ്യം കൊണ്ടുവന്നെ. ആരെങ്കിലും ഒരാളോ രണ്ടാളൊക്കെ നല്ലത് പറയുന്നത് 10 പേര് കുറ്റം പറയുന്നു എന്നുള്ളതല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളിലും ഭയങ്കര എന്താ പറയാ, എല്ലാവരും ഒരുമാതിരി എല്ലാ ആൾക്കാരെയും നമ്മൾ കാണുമ്പോഴത്തേന് ഭയങ്കര ട്രിക്കും ഭയങ്കര എന്താ പറയുക സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു പുകമറയിട്ട് മനുഷ്യനെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആ സംഭവിക്കുന്ന സമയത്ത് പാവപ്പെട്ട് ഇതിനകത്ത് പെട്ടുപോകുന്ന ആരാന്നറിയാമോ? ഒന്നും അറിയാതെ കർത്താവിനടുത്തേക്ക് വന്നേക്കുന്ന പലരും പെട്ടുപോകാറുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് ശുശ്രൂഷിക്കുന്ന വചനം പോലെ ഞാൻ എപ്പോഴും എല്ലാവരോടും കൊടുക്കുന്ന ഉപദേശമാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ വചനം വായിക്കുകയാണെങ്കിൽ വചനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മാവിൽ കണക്റ്റായി ഇരുന്ന് കേൾക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവൻ അവൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് വചനത്തെ വളച്ചൊടിക്കാറുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആത്മാവിൽ കണക്ട് ആയിരുന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ തന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവർ പലപ്പോഴും ഒരു എന്താ പറയാ ഒരു ഫോഷ്കിന്റെ വ്യാപാരം ഇട്ട് ശുശ്രൂഷിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ പറയാ മൊത്തത്തിൽ പുകമറ സൃഷ്ടിച്ചിട്ട് എന്തൊക്കെയോ വരുത്തി ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകും. കേൾക്കുന്നവർക്ക് ഇത് അതേതാ ഇതേതാ എന്താണെന്നറിയാൻ പറ്റൊരു കൺഫ്യൂഷൻ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന വെച്ചാൽ അങ്ങനെയൊന്നും അല്ല ദൈവത്തിന്റെ ശുശ്രൂഷകൾ. ഇവിടെ പറയുന്ന ഒരു ശുശ്രൂഷകനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സാക്ഷ്യം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിൽ വന്നപ്പോൾ എഴുതിയല്ലേ ശുശ്രൂഷൻ എങ്ങനെ ആയിരിക്കണമെന്ന്. എന്താ
അല്ലെ കണ്ട ആ ആദ്യമായിട്ട് പരിചയപ്പെട്ട ആളെ കുറിച്ചുള്ള ആ സാക്ഷ്യം തന്നെ ഇവിടെ പറയുന്ന എന്നിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? നല്ല സാക്ഷി, സകല യഹൂദന്മാരാലും നല്ല സാക്ഷികൾ, ന്യായപ്രമാണ ഭക്തിയുള്ള ന്യായപ്രമാണം. അപ്പൊ സകല യഹൂദന്മാരാലും നല്ല സാക്ഷികൾ, ന്യായപ്രമാണ പ്രകാരം ഈ പറയുന്ന വചനം വെച്ചിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ സഹോദരി പുരുഷൻ എൻ്റെ അടുക്കൽ വന്ന്, സഹോദര ശൗലെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ നാഴിയെ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു, അവനെ കണ്ടു. ഒറ്റ വാക്കിൽ, അല്ലെ പ്രാർത്ഥനയൊന്നുമല്ല, അല്ല അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ ഒറ്റ വാക്കിൽ ആമേൻ കാഴ്ച പ്രാപിച്ചു. ഹാലല്യ. അടുത്ത പറയുന്ന, ഞാൻ ഇങ്ങോട്ട് ഇത് താഴോട്ട് നമുക്ക് പറയാനുള്ള വാക്കിലേക്ക് വരുന്നത്, ഞാൻ കാഴ്ച പ്രാപിച്ചതിനെ കണ്ടപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും നീതിമാനവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. അപ്പൊ എന്തിനു വേണ്ടിയൊക്കെ നിയമിച്ചേക്കുന്നത്? നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാനും. എന്തിനാ അപ്പോയിന്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, നീതിമാനവനെ കാണുവാനും. എന്നിട്ട് ആ ദൈവത്തെ കാണാനും. ഒന്ന് ദൈവത്തിന് ഇഷ്ടം അറിയാൻ, രണ്ടാമത് ദൈവത്തിനെ കാണുവാന്, പിന്നെ അടുത്ത് അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും. അപ്പൊ നമ്മള് കാണണം, അറിയണം, കേൾക്കണം. അതിനുവേണ്ടി നമ്മൾ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഹല്ലേലൂയ. പൗലോസിനെ വിളിച്ചത് അല്ലെങ്കിൽ ശൗലിനെ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും വിളിച്ചേക്കുന്നത് അങ്ങനെ തന്നെയാ, അല്ലേ? അവനെ കാണുവാനും അറിയാനും കേൾക്കാനും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ കർത്താവിനെ കാണണം, അറിയണം, കേൾക്കണം. ഇത് 3 കാര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മളുടെ ഉള്ളിൽ നടക്കണം. നമ്മളായിട്ട് താഴോട്ട് വന്നാൽ നമുക്ക് മനസ്സിലാവും പൗലോസ് ഇത് ഹല്ലേലൂയ 3ഉം അനുഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളും ഹല്ലേലൂയ അതുപോലെ തന്നെയുള്ള. അപ്പൊ എന്തിനാ അത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, എന്നാൽ മാത്രമേ അവൻ എന്തിനും നമ്മളെ വിളിച്ചു എന്ന പർപ്പസിലൂടെ നമുക്ക് പോകാൻ പറ്റൂ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നുവെച്ചാ, ഒന്ന് എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടണം. ഹല്ലേലൂയ. എൻകൗണ്ടർ ചെയ്യണം. രണ്ടെന്ന് വെച്ച് ദൈവത്തെ അറിയണം. എങ്ങനെ അറിയണം എന്നറിയോ? ദൈവം ആരെന്നും എന്തെന്നും എങ്ങനെയെന്നും തിരിച്ചറിയണം നമ്മൾ. ഹല്ലേലൂയ. അവിടെ അറിയണം. ഹല്ലേലൂയ. അടുത്ത് കാണാൻ. ഇവിടെ പറയുന്നത് പിതാക്കളുടെ ദൈവം തന്റെ ഇഷ്ടം അറിയുവാനും നീതിമാനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചു. അപ്പൊ ദൈവത്തെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് അവൻ നേരിട്ട് കയറി മുഖാമുഖം കാണുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ അറിയേണ്ടത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇഷ്ടം ചെയ്തുകൊണ്ട്, കാരണം വെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അറിയത്തില്ല. അറിയാത്തതിന്റെ കാരണം എന്താ പറഞ്ഞെ? ഇവിടെ പറയുന്നത് ദൈവത്തെ നമ്മുടെ പിതാക്കൾ നീതിമാൻ അപ്പൊ അവൾ കാണുവാൻ അവന്റെ വായിൽ നിന്ന് വചനം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വചനം കേൾക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടം അറിയാത്തത്. എന്റെ ഇഷ്ടം സാറാമിസ്റ്റർ എങ്ങനെ അറിയുന്നത്? മുഖത്ത് നോക്കി പറയും എനിക്ക് സിസ്റ്റർ അത് ഇഷ്ടമാണെന്ന് പറയാം. അല്ല, ഞാൻ പറയും, അല്ലേ? സാറാമിസ്റ്റർ എനിക്ക് ഇത് ഇഷ്ടമാണ്, അത് ഇഷ്ടമാണ്, ഹാലല്യ, അല്ലെങ്കിൽ ഇത് ഇഷ്ടമല്ല, അത് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോഴാണ് അറിയുന്നത്. ഹാലല്യ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ ദൈവത്തിനെ കേൾക്കണം. നമ്മൾ ദൈവത്തിനെ കേൾക്കണ ചുമ്മാ അല്ല, ദൈവത്തിനെ കാണണം. ഹല്ലേലൂയ. ആമേൻ. അവിടെ അടുത്ത പറയുന്നത് എന്നിട്ട് പറയുന്ന, നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്ക് നീ അവരെ സാക്ഷിയായി തീരും. അപ്പൊ നമ്മൾ സാക്ഷിയാകുന്ന എന്തിനും എങ്ങനെയാ? കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനാ സാക്ഷിയാകേണ്ടത്. ഇവിടെ ആദ്യമ പൗലോസ് പറയുന്ന ആ സാക്ഷി ഇവിടെ പറയുന്നിട്ട്, നീ സകല മനുഷ്യർ നീ അവനെ സാക്ഷിയായി തീരും. ഇന്ന് താമസിക്കുന്നത് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അനന്യാസ് സുവിശേഷം പറയുന്നുണ്ടോ? ഉണ്ട്. എല്ലാവരുടെ വിചാരം പൗലോസ് യേശു കർത്താവായിട്ട് എൻകൗണ്ടർ നടന്ന സമയത്ത് എഴുന്നേറ്റ് അങ്ങ് സ്നാനപ്പെട്ടു. നല്ല ഹല്ലേലൂയ. നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം മനുഷ്യരുടെ കയ്യിൽ തന്നെ കൊടുത്തിരിക്കുന്നത്.
ഹാലേലിയ. അത് ഏതെങ്കിലും ഒരു മനുഷ്യനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ഹാലേലിയ. ആമേ. അവര് ഒരു വാക്കെങ്കിലും അവരോട് പറയുന്നുണ്ടാവും. അങ്ങനെയാണ് തന്നെയാണ് രക്ഷ നടക്കുന്നത്. ദൈവം നേരിട്ട് ആരെയും പിടിച്ച് മുക്കാറില്ല. ഹാലേലൂയ. പല ആൾക്കാരുടെയും തോന്നല് ദൈവം പറയണം, ദൈവം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കേട്ടോളുക. അത് ദൈവത്തിന്റെ പണിയല്ല, അത് മനുഷ്യരുടെ പണി തന്നെയാണ്. ഹാലേലൂയ. ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്ന ആമേ. പിന്നെ ഞാൻ യെരുശലേമിലേക്ക് മടങ്ങി വന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവർ ഒരു വിവശതയിൽ അവനെ കണ്ടു. വീണ്ടും യെരുശലേമിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരു വിവശതയില്ല. എന്താ ഈ വിവശത, ആത്മവിവശത എന്ന് പറയുന്നത് എന്താ? എങ്ങനെ നമുക്ക് പ്രാപിക്കാൻ പറ്റും അത്? അറിയോ? ഹലോ. ആത്മവിവശതയിലേക്ക് എങ്ങനെ കയറാൻ പറ്റും? നമ്മൾ ഡെമസ്കോസിൽ ഹലല്ല ഡെമസ്കോസല്ല, സോറി, പത്മോസിൽ യോഹന്നാൻ കർത്തദോസ് ആത്മവിവശതയിലായെന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെ ആത്മവിവശതയിലേക്ക് കയറാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുറിയടച്ച് ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മണിക്കൂറുകളോളം നമ്മുടെ ബുദ്ധി ഒന്നുമല്ലാതെ ആത്മാവിൽ ദൈവമായി കണക്റ്റ് ആയിട്ട് നമ്മുടെ ആത്മാവ് ദൈവവുമായി കണക്റ്റ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇരിക്കുന്നിടം മറക്കുമെന്ന്. നമ്മൾ ഇരിക്കുന്നിടം മറക്കും. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന സമയം മറന്നു പോകും. എത്ര മണിക്കൂർ ഇരിക്കുന്നെന്ന് നമുക്ക് ഒരു ബോധം ഉണ്ടാകത്തില്ല. ആ സമയത്താണ് നമ്മൾ ഈ ലോകത്തിൽ നിന്നും സകല നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം നമ്മൾ മറക്കും. നമ്മൾ എവിടെ ഇരിക്കുന്നു, ആരുടെ കൂടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ എത്ര സമയമായിരിക്കുന്നു, നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാതെ ആത്മാവ് ദൈവത്തിന് കണക്റ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ ഇരിക്കുക നമ്മൾ ആത്മവിവശത എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ആത്മമണ്ഡലം ഓപ്പൺ ആകാൻ തുടങ്ങും. ഈ നമ്മുടെ ചുറ്റുപാടും കണ്ണുകൊണ്ട് തുറന്നാൽ കാണുന്ന കാര്യങ്ങളല്ല നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ മറ്റൊരു ആത്മീയ മേഖലയിലേക്ക് കടക്കാൻ തുടങ്ങും. അതാണ് നമ്മൾ ആത്മവിവശതയിലാന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ കാണുന്നതെല്ലാം ബൈ സ്പിരിറ്റിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇതിലാണ് അവിടെ എന്ന് വെച്ചാൽ അത് പ്രാർത്ഥിക്കുക വെച്ചാൽ 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റ് അരമണിക്കൂറോ ഒന്നും പ്രാർത്ഥിച്ച് ആത്മവിശുദ്ധിയിൽ കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവിടെ നമ്മൾ ദൈവം പറയുന്ന കാര്യത്തെ സീക്രട്ട് പ്ലേസിലേക്ക് നിങ്ങൾ കയറണം. ഹല്ലേലൂയ. സുവിശേഷത്തിൽ പറയുന്നു, നീ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യതയിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. ഇതിനതുവാ പറയുന്നത്. അറയിൽ കടന്ന് വാതിലടയ്ക്കണം എന്ന് വെച്ചാൽ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പൊ വാതിലടച്ച് അതിനകത്തിരുന്നിട്ട് രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവിനോട് പ്രാർത്ഥന. അപ്പൊ നമ്മളെ രഹസ്യത്തിൽ കാണുന്ന പിതാവുണ്ട്, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പം ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെ അതാ കൊണ്ടുപോകും. നമ്മൾ ദൈവം നമുക്ക് ഹല്ലേലൂയ എന്താണ് നമ്മുടെ ലൈഫിൽ ഹല്ലേലൂയ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്താണ് പിശാച് പദ്ധതി വെക്കുന്നത്, അല്ലെ എന്താണ് ഹല്ലേലൂയ ഈ ആത്മമണ്ഡലത്തിൽ നടക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് ആത്മവിവശതയിലാകുന്നത്. അവിടെ ആത്മവിവശതയിലാകുമ്പോൾ അവിടെ അവനെ കണ്ടു. ആരെയാ? യേശുവിനെ കണ്ടു. എന്ന് വെച്ചാ നമ്മുടെ കണ്ണുകൊണ്ടല്ല, ഈ പുറമേയുള്ള കണ്ണുകൊണ്ടല്ല നമ്മൾ യേശുവിനെ കാണുന്നത്. അങ്ങനെ ആരും വിചാരിക്കരുത്. നമ്മുടെ ആത്മക്കണ്ണിലാണ് ഇത് സംഭവിക്കേണ്ടുന്നത്. ആത്മക്കണ്ണ് തുറന്ന് നമുക്ക് സ്വർഗത്തിലെ കാര്യങ്ങൾ കാണാം. ഭൂമിയിലാണ് ആത്മമണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ ദർശിക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് ഇവിടെ ആത്മവിവശതയിലായി അവനെ എന്നിട്ട് നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോവുക, നീ എന്നെക്കുറിച്ച് പല സാക്ഷ്യം അവൻ കൈക്കൊള്ളുകയെന്ന് കൽപ്പിച്ച്. അടുത്തത് അവിടെ കൃത്യമായി പൗലോസ് ദൈവശബ്ദം കേൾക്കുന്നു. എത്ര പേര് ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ ഇതിനകത്തുള്ളവർ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ ഈ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ വ്യക്തമായി ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ഹാലേലിയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയൊക്കെയോ എന്താ പറയുക, നമ്മൾ മണിക്കൂർ ഇരിക്കുന്നു, ഇത്ര സമയം ഞാൻ ഇരിക്കുന്നു, ഇത്ര സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നല്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം.
കാരണം ദൈവം നമ്മളോട് സംസാരിക്കും. കാരണം നമ്മളെ അപ്പോയിന്റ് ചെയ്ത ദൈവം ഇന്ന് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ദൈവത്തിന്റെ സാക്ഷി അപ്പോയിന്റ്. അപ്പൊ ദൈവത്തിന് ഇഷ്ടം നമ്മൾ അറിയണമെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. അല്ലെ, ഈ സംസാരിക്കുന്നത് കേൾക്കണം നമ്മൾ. ഇവിടെ പൗലോസ് ശുശ്രൂഷകളൊന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ പൗലോസ് എന്താ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആത്മവിവശതയിലേക്ക് കയറുന്നു. ഹല്ലേലൂയ. ഇതുപോലുള്ള പ്രാർത്ഥനകൾ നമ്മളെ ദൈവ ശബ്ദം കേൾപ്പിക്കും. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളെ അറിയിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ശത്രു എന്തെങ്കിലും പദ്ധതി ഇടുമ്പോൾ തന്നെ, ഒരു പ്ലാൻ വെക്കുമ്പോൾ തന്നെ അത് നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മളൊക്കെ ജീവിതത്തെ അടി മേടിച്ചിട്ട് അറിയുന്നത് അടി വരുന്നെന്നുള്ളു. പക്ഷേല് കർത്താവിനോട് ആത്മമണ്ഡലത്തിൽ കയറി പ്രാർത്ഥിക്കുന്നതിന് അടിക്കാൻ അവിടെ പ്ലാൻ ചെയ്യുമ്പോഴും ഇവിടെ പറയും നിനക്ക് അടി വരുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. നീ അവിടുന്ന് മാറിപ്പോകണമെന്ന്. സ്തോത്രം. ഇവിടെ പറയുന്ന അത് ദൈവ ശബ്ദം കേട്ടു അവൻ കണ്ടു. അവിടെ പറയുന്ന അടുത്തത് വിശുദ്ധ അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടു പോകുക. നീ എന്നെ കുറിച്ച് പറഞ്ഞ സാക്ഷി അവർ കൈക്കൊള്ളുകയില്ലെന്ന് എന്നോട് കൽപ്പിച്ചു. ഒരു കാര്യം പറയാം, ചില സ്ഥലങ്ങളിൽ ദൈവം നമ്മളോട് മാറിപ്പോകാൻ പറയും. ദൈവത്തിന് പറ്റത്തില്ലേ അവരെയൊക്കെ അനുകൂലമാക്കാനായിട്ട്? നമ്മൾ ചോദിക്കും തിരിച്ചു, ദൈവം സർവശക്തനല്ലേ? എൻ്റെ നേരെ ഒരു ശത്രു അല്ലെങ്കിൽ ഇവർ എനിക്കെതിരെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇവരെന്നെ ഉപദ്രവിക്കുന്ന ദൈവത്തിന് അങ്ങനെ വിടുവിച്ചൂടെ? എന്തിനാ എന്നോട് മാറിപ്പോകാൻ പറയുന്നത്? ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നമ്മൾ ഏലിയാവ് ചെന്നിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ആഹാബിനോട് പ്രവചിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ മഞ്ഞ മഴ, എന്നിട്ട് അവരപ്പോൾ കറിഞ്ഞ് പറയാം, വേഗം ഇവിടുന്ന് വിട്ടോ, ആ തൊട്ടിനടിയിൽ പോയി മറഞ്ഞിരുന്നു. അല്ലേ? നമുക്ക് തന്നെ ചില സമയത്ത് തോന്നുന്നു, ഇതെന്ത് കർത്താവേ, വലിയൊരു സ്റ്റൈലാക്കി കൊണ്ട് രാജാവിന് മുമ്പിലൊക്കെ നിർത്തി വലിയ പ്രകടനമൊക്കെ നടത്തിച്ചിട്ട് പോയി ഒളിച്ചിരുന്നോളാൻ പറയും. ഹല്ലേലൂയ. ദൈവം ചില സമയങ്ങളിൽ ഹല്ലേലൂയ എന്താ പറയാ, ദൈവമായിട്ട് കയറി നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. നമ്മളെ ഡയറക്റ്റ് ചെയ്യും. നമുക്ക് ഇൻഫർമേഷൻസ് തരും, ഇൻസ്ട്രക്ഷൻസും തരും. എന്താ നമ്മൾ സ്വയമായി തന്നെ ഹല്ലേലൂയ ആ കാര്യങ്ങൾ ചെയ്ത് ആ വിഷയത്തെ നമ്മൾ ജയിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പരീക്ഷകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിന് വേണമെങ്കിൽ മാറ്റിവിടായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ദൈവം ചെയ്യില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുക, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. കൂടെ നടക്കും, നമുക്ക് ബലം തരും. തക്ക സമയത്ത് ഉപദേശം തരും. എന്നിട്ട് നമ്മളെ ആ വിഷയത്തെ ജയിക്കാൻ പഠിപ്പിക്കും. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെ എടുത്തു നോക്കിക്കേ. കർത്താവ് യേശുക്രിസ്തു ഭൂമി വന്ന് ഈ പീഡകളെല്ലാം ഏറ്റ് മരിച്ച് കുഞ്ഞായി ജനിച്ചിട്ട് വളർന്ന് ഇത്രയും 33 വയസ്സിൽ വളർന്നു വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നമ്മള് ഈ പാപത്തെ രക്ഷിക്കണം നിർബന്ധം വല്ലതുണ്ടാകും. കർത്താവ് ഇങ്ങനെ നേരെ ഇറങ്ങി വന്നെങ്കിൽ ചെയ്യാൻ പാടില്ലേ? ചെയ്യാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ദൈവത്തിന് എല്ലാത്തിനും ഒരു മാതൃകയുണ്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, പാപം വഴി സകലത്തിൽ മനുഷ്യർക്ക് തുല്യ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന. അപ്പൊ അതുകൊണ്ട് അവൻ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയാത്തതല്ല നമ്മുടെ യേശു എന്ന് ഇവിടെ ലേഖകന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളും പലപ്പോഴും പല പീഡകളിലൂടെ പ്രയാസങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ എന്താ പറയാ ഇതിലൂടെല്ലാം കടത്തി വിട്ട് നമ്മൾ ജയിക്കാൻ പഠിപ്പിക്കുക. കാരണം വെച്ചാൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. എന്തുകൊണ്ടാ? പാപം ഒഴിയ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് കൊണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില പരീക്ഷയും പരിശോധനയൊക്കെ കയറി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കും പലരോടും സഹതാപം കാണിക്കാൻ കഴിയണം. അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് അതുപോലെ അവരോട് സഹതാപം കാണിക്കാൻ കഴിയത്തില്ല. ഇവിടെ ഇവിടുന്ന് പൗലോസിന് പറയാം, നീ എഴുന്നേറ്റ് വേഗം ബന്ധപ്പെട്ടുകൊണ്ട് പൊക്കും. കർത്താവ് വാക്യം കടപ്പിച്ച പോരെ? ഹല്ലേലൂയ. ചെയ്യില്ല. ഹല്ലേലൂയ. അതുപോലെ ഞാൻ പറയാം, കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലാകുന്ന സമയത്ത് നമുക്ക് നോക്കി മനസ്സിലാക്കാം, കർത്താവ് യേശുക്രിസ്തു ഒരിക്കലും സ്വന്തം ജീവിതത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ഒരത്ഭുതം ചെയ്തിട്ടില്ല. അവിടെ അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് വർദ്ധിപ്പിച്ച് പുരുഷാരത്തിന് കൊടുത്തു തന്നിട്ട് അവരെ കണ്ട് മനസ്സലിഞ്ഞിട്ട് ആര് വഴി വെച്ച് ക്ഷീണിച്ചെന്ന്. പക്ഷെ കർത്താവിന് വെച്ചെന്നപ്പോൾ ഓടി അത്തിയുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കി. എന്നിട്ട് അത്തിയ ഫലമില്ലപ്പം എന്താ അപ്പൊ വിശന്നു. പക്ഷെ അവിടെ കർത്താൻ എന്താ കൈ നീട്ടിയ അപ്പം വരത്തില്ലേ?
ആമീൻ ഹാലെ. പക്ഷെ ചെയ്തില്ല ഹാലെ. ഓരോ സ്ഥലത്ത് നമ്മൾ എടുത്തു നോക്കി കഴിയും. അപ്പൊ നമ്മളും ഹാലെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഹാലെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട് അത്ഭുതം ചില നമുക്ക് ഹാലെ രോഗമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. നമുക്ക് ചില സമയത്ത് ബാക്ക് പെയിനോ കാലുവേദനയോ കൈവേദനയോ തലവേദനയോ ഒക്കെ ഉണ്ടാകും. പക്ഷേല് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ രോഗികളും മറ്റുള്ളവരും ഒക്കെ സൗഖ്യമാകുന്നുണ്ടാവും. പക്ഷേല് ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇത് എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് നിങ്ങളുടെ രോഗം മാറ്റും, എന്നിട്ട് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് പലരും പറയാറുണ്ട് ഹാലേലിയ. പക്ഷേല് ഈ രോഗം ഇരിക്കുമ്പോൾ ഹാലേലിയ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവർ സൗഖ്യം. ഞാനൊരു ദിവസം പറഞ്ഞു, ഞായറാഴ്ച ഞാനിവിടെ തലവേദനയൊക്കെ എടുത്ത് ശരീരം ബോഡി പെയിൻ ആയിട്ട് പനി പിടിച്ച് ബോഡി പെയിൻ ആയിട്ട് എനിക്ക് അനങ്ങാൻ വയ്യാത്തോടെ കിടക്കുമ്പോൾ ഹാലെ ചർച്ചിൽ പോവാതെ കിടക്കുക, ചർച്ചിൽ പോലും പോവാതെ ഞാൻ ഇവിടെ കിടക്കുക ഹാലെ. രാവിലെ ഒരു സഹോദരി ഇവിടുന്നു എനിക്കറിയത്തില്ല, എനിക്ക് അതുവരെ എനിക്ക് കണ്ടിട്ടുള്ള ഒരു അറിയാത്ത നമ്പർ കോൾ വന്നു, വിളിച്ച വഴിയേ ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്ത് ആരെ വിളിക്കുന്നത്, എന്തിനെ വിളിക്കുന്നത്, എന്തിനെ കരയുന്ന അവർ കരച്ചത്. ഞാൻ പറഞ്ഞു എന്താ കാര്യം പറ എന്നാണ് പറഞ്ഞ്, എനിക്ക് യൂട്രസിനകത്ത് ഇതുണ്ടായിരുന്നു, 3 പ്രാവശ്യം സർജറി ചെയ്ത്, പക്ഷെ ഭയങ്കര വേദന, ഒട്ടും സുഖമില്ല. അപ്പൊ ഞാൻ ആകെപ്പാട് ഞെട്ടി, ദൈവമേ എന്തിനാണ്, വല്ല സഹായത്തിനൊക്കെയാണ്, നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ മനസ്സ് വിചാരിക്കും. കാരണം വിളിക്കുന്ന ആരെ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അല്ലപ്പോഴേ സഹോദരൻ എന്താ പറയാ, അമ്മേ ഞാൻ എന്താ ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഇംഗ്ലീഷിലാണ് അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാനപ്പോൾ എൻ്റെ മനസ്സിലാതെ സത്യം എൻ്റെ മനസ്സിലാദ്യം വിചാരിച്ചു, കർത്താവേ എനിക്ക് എഴുന്നേക്കാൻ പോലും പനി പിടിച്ച് ശരീരം വേറിട്ട് കിടക്കുക, അപ്പൊ പ്രാർത്ഥിക്കണം. നമുക്ക് തോന്നുന്നു ഹല്ലേലൂയ. പക്ഷേ ദൈവം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ സഹോദരര് അന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ, അന്ന് പിറ്റേ നെക്സ്റ്റ് ഡേ അവർ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്നു ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. നമ്മളിവിടെ അനങ്ങാൻ വയ്യാതെ ആരെങ്കിലും ഒന്ന് പിടിച്ചേക്ക് കൊള്ളായിരുന്നു അത് കിടക്കുമ്പോഴും ദൈവം നമ്മളെ കൊണ്ട്, അപ്പൊ ദൈവം നമ്മളെ അവിടെ വെളിപ്പെടുത്താൻ. ഞാൻ പറയാം, ഇതെന്താ ദൈവം നമുക്ക് വേണ്ടി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടാ, ഇത് നിന്റെ സ്വന്തമല്ല, ഇത് എൻ്റെ സ്വന്തമാണ്, അല്ലേ? ഈ കൃപ അല്ലെങ്കിൽ ഈ ശുശ്രൂഷ നിന്റെ സ്വന്തമല്ല, ഇത് എൻ്റെതാണെന്ന് നമുക്ക് വെളിപ്പെടുത്തുക. കാരണം നമ്മളിവിടെ രോഗിയായിട്ടിരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ സൗഖ്യമാകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കഴിവിലും ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദാനം തന്നെയാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്ന ഈ ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് അടുത്ത പറയുന്നത് വിട്ടു. അപ്പൊ അവിടെ ദൈവശബ്ദം വ്യക്തമായി കേൾക്കുന്ന, യെരൂശലേം വിട്ടു പോകണം, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര പ്രാവശ്യം നമ്മൾ സാക്ഷ്യം പറഞ്ഞാലും മൈൻഡ് പോലും ചെയ്യത്തില്ല. കാരണം അവരാരും കൈക്കൊള്ളത്തില്ല. ഇത് കർത്താവിന് അറിയാമെന്ന് വെച്ചാൽ അറിയാം, എന്നാൽ നമ്മളെ കൊണ്ട് പറയിക്കുമെന്ന് വെച്ചാൽ പറയിക്കും ചെയ്യും, അല്ലേ? അവരോട് പറ, ഇവരോട് പറ, എന്നെക്കുറിച്ച് പറയുന്ന പറയുമ്പം അവരുടെ ഹൃദയത്തെ കഠിനമാക്കി വെക്കുന്ന ദൈവം തന്നെയാണ്. നമുക്കാണെങ്കിൽ അതുകൊണ്ട് സങ്കടവും ദേഷ്യമൊക്കെ വരും. പക്ഷേ സങ്കടവും ദേഷ്യമൊന്നും കൊണ്ട് കാര്യമില്ല. കാരണം കർത്താവ് തുറന്നാലേ ഞാൻ പലപ്പോഴും ഇരിക്കുന്നത്, എത്ര വർഷമായി ഓരോരുത്തരോടൊക്കെ പറയുന്നത്, ഇവർക്കൊക്കെ തലക്കകത്തോട്ട് കയറുന്നില്ല എന്നൊക്കെ തോന്നുന്നു. പക്ഷെ കയറണമെങ്കിൽ അല്ലെങ്കിൽ ആര് വിചാരിക്കണം, നമ്മുടെ ദൈവം വിചാരിക്കണം, എന്നാലേ തലയിലിട്ട് കയറത്തുള്ളൂ കേട്ടോ. ഇവിടെ പറയുന്നത്, എന്നിട്ട് പള്ളി സാക്ഷി അവർക്ക് കൽപ്പിച്ചു. അതിന് ഞാൻ, കർത്താവേ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്റ്റെഫാനസ് രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികിൽ നിന്ന് അവനെ കൊല്ലുന്ന വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവിടെ അപ്പൊ കർത്താവ് ഇത് പറഞ്ഞപ്പം പൗലോസിന് മനസ്സിലായി എന്തുകൊണ്ടാ അവരെന്നെ വിശ്വസിക്കാത്തതെന്ന്. ഹല്ലേലൂയ. അപ്പൊ അന്ന് ചെയ്തു പോയതിനെ ഓർത്ത് പൗലോസിനുള്ളിൽ വേദന, സ്റ്റെഫാനോസിനെ കൊന്നത്, അതിന് കൂട്ട് നിന്നത്. ഹല്ലേലൂയ. ആ പറയുമ്പോൾ ഉള്ള മനസ്സുണ്ടല്ലോ, അന്നത്തെ പൗലോസിന്റെ മനസ്സല്ല, ഞാൻ ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഇവരെന്നെ കൈക്കൊള്ളാത്തതെന്ന്. ഹല്ലേലൂയ. പറഞ്ഞ അപ്പൊ അവിടെ പറയുന്നത്, അവന്റെ സ്റ്റെഫാനസ് രക്തം ചൊരിഞ്ഞപ്പോൾ, കൊന്നൊന്നുമല്ല പറയുന്നേ, എന്നുവെച്ചാൽ പാപമില്ലാത്തവന്റെ രക്തം ചൊരിഞ്ഞതിന് ഞാനും കൂട്ട് നിന്നു. എന്നിട്ട് അവന്റെ അരികെ നിന്ന് വസ്ത്രം കാത്തുകൊണ്ടിരുന്നു. ഹാലേ, അത് ഞാൻ ചെയ്ത. അപ്പൊ എന്നിട്ട് അരികെ അവരെ കൊല്ലുന്ന വസ്ത്രം കാത്ത് എന്ന് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ അത് കൊന്നുകൊണ്ടെന്ന് ഇവിടെ നിന്ന് 2 അടിയുള്ളൂ എന്ന് പറയില്ല. കർത്താവ് പറയുന്നത്, അവൻ എന്നോട് നീ പോക, ഞാൻ നിന്നെ ദൂരത്തും ജാതികളെ അടുക്കളയിലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു. സ്തോത്ര. നമുക്ക്
വചനോടെ മാറ്റി വയ്ക്കുക. ഇവിടെ പറയുന്നുണ്ട് കാര്യങ്ങൾ. സ്വന്തം ജനം കൊള്ളത്തില്ലെന്ന് ദൈവം പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് പറയും. പക്ഷേങ്കിൽ ദൈവത്തിന് അതിന് പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. കാരണം വെച്ചാൽ നിന്നെ സ്വന്തം ജനം എന്താ കൈക്കൊണ്ടാ നീ യെരൂശലേമിൽ തന്നെ പാർക്കും. മനസ്സിലായി? നിന്നെ എനിക്ക് എവിടെയാന്ന് പറയാ, ദൂരെ ജാതികളുടെ അടുക്കലേക്ക് അയക്കാനുണ്ട്. അപ്പം അനേക ജാതികളെ എനിക്ക് നിന്നിലൂടെ നേടാനുണ്ട്, അനേക സഭകളൊക്കെ സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇവര് കൈക്കൊള്ളുന്നില്ല. എന്താ കാര്യം? യേശുവിന്റെ വെറുപ്പ് ഇതൊക്കെ. പക്ഷേ അവർ അനുകൂലമാക്കാൻ വരും ദൈവത്തിന്. പക്ഷെ ദൈവം എന്താ അനുകൂലമാക്കാൻ ഞാനറിയാമോ? അനുകൂലമാക്കി ഇവൻ ഇവിടെ തന്നെ ഉറച്ചിരിക്കും. പലപ്പോഴും നമ്മൾ ചിലയിടത്ത് ദൈവം ഉറപ്പിക്കാത്ത കാര്യം എന്താണെന്നറിയോ? ചിലയിടത്ത് ദൈവം നിർത്താത്ത കാര്യം എന്താണെന്നറിയാ? നിന്നെ ഇവിടെ നിർത്തി നീ ഇവിടെ തന്നെ നിന്നു പോകുന്നിരിക്കലും, പക്ഷെ നിന്നെ ഇവിടെ അല്ല എനിക്ക് ആവശ്യം, എനിക്ക് അവിടെ നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് നമ്മളെ പലയിടത്തും ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ചിലയിടത്ത് നിന്ന് നമുക്ക് ഒരു സമാധാനം തരത്തില്ല. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും വെച്ചാൽ ഇവിടെ നല്ല സുഖമാണ്, സന്തോഷമാണ്, സമാധാനം, നമ്മളെന്താ അവിടെ ഇങ്ങനെ ഒതുങ്ങി കൂടി ഇങ്ങനെ ഇരിക്കും. ഇവിടുന്ന് ഇളക്കി വിട്ടാലേ നീ ഇവിടുന്ന് പോകത്തോളൂ. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ ചില സമയങ്ങളിൽ ഇവിടുന്ന് ഇളക്കി വിടും. എന്താ വെച്ചാൽ സ്വന്തം ജനത്തെ എതിരാക്കുന്ന. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ സംഭവങ്ങൾ നടക്കുക നമുക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ അറിയും. എന്നാൽ സ്വന്തം ആൾക്കാരല്ലേ, സ്വന്തം വീട്ടുകാരല്ലേ, അവരല്ലേ, എന്നിട്ട് നമ്മളോട് എങ്ങനെ പെരുമാറുന്നൊക്കെ. ദൈവം പറയും, കുഞ്ഞെ അതൊക്കെ എന്തിനാണെന്നറിയാം, നിന്നെ ഇവിടെ തന്നെ ഇരുത്ത ഉദ്ദേശിച്ചത്, നിന്നെ എടുത്ത് ഇവിടെ നിന്ന് എനിക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുണ്ട്. ഇവിടെ അനേക ജാതികൾ നേടേണ്ടതുണ്ട്. സ്തോത്ര. അപ്പൊ നമ്മളൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ ചില ഇടത്തുനിന്ന് മാറ്റം. ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നേ, ദുബായിലായിരുന്നു. ഒന്ന് വേഗം വീട് നാട്ടിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു ഇവിടേക്ക് വന്ന് ഇവിടത്തെ ഇട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന്. എനിക്കറിയാം, ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ല. കാരണം എനിക്കറിയാം ദൈവത്തിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് പൂർത്തിയാൽ ഞാൻ ഇവിടെ തലയും കുത്തി കിടന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കൊണ്ടുപോകത്തില്ല. കാരണം കർത്താവാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. കർത്താവിനൊരു സമയമുണ്ട് എല്ലാത്തിനും. ദൈവം എന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനെ മാറ്റി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തേക്ക് ദൈവം നമ്മൾ എടുത്തുകൊണ്ട് പോകും. സമയത്ത് പിടിച്ച് കൊണ്ടുപോകും. നമ്മൾ ഞാനിപ്പോൾ തന്നെ ഒരാഴ്ച മുന്നേ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കാനിടയിൽ. കാരണം എന്താ വെച്ചാൽ അവിടെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിരിക്കും, ചിലപ്പോൾ മറ്റ് എന്തെങ്കിലും വിഷയത്തിലായിരിക്കും ദൈവത്തിന് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് നമ്മൾ അറിയാണ്ട് ഒരിടത്തേക്ക് പോകുക. ഞാൻ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പണ്ടൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി, പക്ഷേ ദൈവം അവിടേക്ക് അയച്ചിട്ടില്ല. ദൈവം അവിടേക്ക് ഞാൻ നമ്മളെ പലരുടെയും വീടിൻ്റെ വാതൊക്കെ വരെ എത്തിയിട്ടുണ്ട്, പക്ഷെ ആ വീടിൻ്റെ ഭവനത്തിലേക്ക് കയറാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കാതെ നമ്മൾ ആ ഭവനത്തിലേക്ക് പോയത് കൊണ്ട് ഒരു പ്രയോജനം, നമ്മുടെ ഇഷ്ടപ്രകാരം പോയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷേ ദൈവം പറയുമ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ. അപ്പം ഇവിടെ പൗലോസിനെ സ്വന്തം ജനം കൈക്കൊള്ളാതിരുന്ന സമയത്ത് ദൈവം അയക്കുന്ന അനേക ജാതികൾ അടുക്കിലേക്ക് നിന്നെ എനിക്ക് അയക്കേണ്ടതുണ്ട് എന്ന് അവിടേക്ക് നമുക്കറിയാം. പിന്നീട് ഇങ്ങോട്ട് പൗലോസിനെ അതൊരു പൗലോസ് ഒരു ദിവസം കൊണ്ടൊന്നും അല്ല ഇത്ര വലിയ ശുശ്രൂഷനായി മാറി. അങ്ങനെ ആരും ചിന്തിക്കരുത്, നമ്മളെ ഒന്നും ദൈവം ഉപയോഗിക്കുന്നില്ലല്ലോ, നമ്മളെ ഒന്നും ദൈവം പൗലോസിനെയൊക്കെ എത്ര ശക്തമായിട്ട് ഉപയോഗിച്ച് പൗലോസിൻ്റെയൊക്കെ ലൈഫിൽ ആരും അറിയാതെ ഒതുങ്ങി ദൈവം പറഞ്ഞെടുത്ത് പോയത് പ്രാർത്ഥിച്ചതും ഇരുന്നതുമായ അനേകം. പക്ഷെ ഇവിടെ നമ്മൾ കണ്ട കാര്യം, നമ്മളും ദൈവമായിട്ട് എൻകൗണ്ടർ ചെയ്ത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് വന്ന നമ്മൾ ദൈവത്തിനെ അറിയണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. ദൈവം നമ്മൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം. ഈ ദിവസങ്ങൾ അവിടെ ആത്മവിവശതയിലായി എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കയറണം കേട്ടോ. കാരണം നിങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ മുറി അടച്ച് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പറയണം, എന്താ ആത്മാവുമായി കണക്റ്റായി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഈ ബുദ്ധിയിൽ വേണ്ട ഞാൻ ഇരിക്കുന്നിടം എനിക്ക് മറക്കണം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ പലരുടെ അനുഭവം എനിക്കറിയാം. പലരും പറഞ്ഞേക്കുന്നത് 5 മണിക്കൂർ 6 മണിക്കൂറൊന്നും പോയതാണ്. പക്ഷേ അങ്ങനെ ഇരിക്കാൻ കഴിയാം. പലപ്പോഴും ഇരിക്കാൻ കഴിയുമ്പോൾ അത് ഉറപ്പ് വരുത്തിയിട്ടിരിക്കും. കാരണം ചില സമയങ്ങളിൽ അങ്ങനെ ഇരിക്കുന്നവർക്ക് ചിലപ്പം സ്പിരിറ്റിൽ സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ബോഡി മാത്രമേ കാണത്തുള്ളൂ കേട്ടോ റൂമിൽ.
അതൊക്കെ വന്ന് ആരും ഡിസ്റ്റർബ് ആക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ളവർ മാത്രമേ അതുപോലൊക്കെ ഡീപ്പ് ആയിട്ടുള്ള പ്രാർത്ഥനയിലൊക്കെ കയറാൻ പാടുള്ളൂ. അങ്ങനെ കയറുകയാണെങ്കിൽ നമുക്കും ഇതുപോലെ ആത്മമണ്ഡലത്തിൽ ശത്രു വെച്ചിരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ദൈവം കൃത്യമായി നമ്മളോട് സംസാരിക്കുന്ന ഹാലെ നമുക്കത് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മീയരാണ് ഹാലയിൽ. ആത്മീയരാണെങ്കിൽ ആത്മീയമായി തന്നെ മുന്നേറണം ഹാലയിലെ. വെറുതെ ജഡത്തിൽ വല്ലവരും ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന പലതും കേട്ടുകൊണ്ട് വല്ല മനുഷ്യന്റെ ശബ്ദം കേട്ടിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ആരും മുൻപോട്ട് പോകരുത്. ഹല്ലേലൂയ. മനുഷ്യർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതും പറയും. അല്ലെ അവരുടെ ഇഷ്ടത്തിന് വചനത്തെ വളച്ചൊടിക്കും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം പറയാത്ത കാര്യങ്ങൾ പോലും നമ്മളോട് പറയും. അതൊക്കെ കേട്ട് നമ്മൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏതെങ്കിലും കുഴിയിലേക്ക് ചെന്ന് ചാടും. അല്ലെ ദൈവം നമ്മൾ ഒരിക്കലും കുഴിയിലേക്ക് ചാടാനോ ഹല്ലേലൂയ ഒന്നുമല്ല വിളിച്ചേക്കുന്ന അതുകൊണ്ട് നമ്മളെ ദൈവം എന്തിനു വിളിച്ചു എന്നും ആ പർപ്പസിലേക്ക് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് എപ്പോഴും ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുന്നത് കൂടുതലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനും പറയാം നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. വ്യക്തിപരമായിട്ട് ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടാകണം. ഒരു വചനം കേൾക്കാനിരിക്കുമ്പോൾ ആത്മാവിൽ കണക്റ്റായി കേൾക്കണം. ഹാലേലിയ പറയുന്നതിനകത്ത് ആര് പറഞ്ഞാലും അത് ഹാലേലിയ അതിനകത്ത് വരുന്ന ഫോഷ്ക്ക് നിങ്ങളെടുത്ത് വീട്ടിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് ദൈവമായിട്ട് ബന്ധത്തിലാകുക. നിങ്ങൾ ആത്മമണ്ഡലത്തിൽ തന്നെ നിങ്ങൾ ഹാലേലിയ സഞ്ചരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആത്മമണ്ഡലം ഓപ്പണായി ഹാലേലിയ വിഷൻസ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവം കാണിക്കുന്ന വെളിപ്പാടിൽ കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. വെറുതെ ജൽപ്പനം ചെയ്യുന്നവരെ പോലെ ഒരു സമയം കളയരുത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹാലേലിയ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ആയിരിക്കുന്ന ഹാലേലിയ ഈ അറ്റ്മോസ്ഫിയർ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പണ്ട് കണ്ട ഹാലലി നമ്മുടെ നാടല്ല ഇന്ന്. നമ്മൾ പണ്ട് കണ്ട ആൾക്കാരല്ല ഇന്ന് ഹാലലി. ഇന്ന് നമ്മൾ കാണുമ്പോൾ ഹാലലിയ കൊല്ലാനും പറ്റിക്കാനും ചതിക്കാനും ഹാലലി ഒന്നിനും മടിയില്ലാത്ത ഒരു കൂട്ടരായിക്കൊണ്ടിരിക്കുക ജനങ്ങൾ. കാരണം പിശാച് അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ റോഡിലൂടെ ഒക്കെ പോയപ്പോൾ നമുക്ക് ഭയമായിരുന്നു വണ്ടി ഓടിക്കും. കാരണം വെച്ചാൽ നമ്മൾ റോഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു ആൾക്കാരെ ഹാലലി ഈ പിള്ളേരൊക്കെ പോകുന്നത് എന്ന് വെച്ചാൽ അവർക്കൊന്നും സുബോധമില്ല. കാരണം ഇന്ന് പലരെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഇതാണെന്ന് പറഞ്ഞാൽ മദ്യം മയക്കുമരുന്നും ഒക്കെ അവർ വല്ലാണ്ട് ഹാലല്ലേ. മദ്യം കഴിക്കുന്നത് വളരെ കുറവ്. പക്ഷേ ഇന്ന് മയക്കുമരുന്നിൻ്റെ അടിമകളായി അനേകര ഹാലല്ലേ. പിശാച് തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ നമ്മൾ റോഡിലൊക്കെ ഇന്ന് പല ആൾക്കാരും സങ്കടത്തോട് പറയുന്ന കാര്യം രാത്രി ഇന്ന സിറ്റി ചെന്നപ്പോൾ ഇന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ഹാലല്ലേ കുഞ്ഞുങ്ങൾ നടക്കുന്നത് കണ്ട്. ഇത് എറണാകുളം പട്ടണത്തിലോ ബാംഗ്ലൂർ പട്ടണത്തിലോ മാത്രമല്ല, ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശം എന്ന് പറയുന്ന സ്ഥലത്ത് പോലും മയക്കുമരുന്നൊക്കെ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഹാലലിയ ഈ ദിവസങ്ങളിൽ നമ്മൾ ഉറങ്ങുന്നവരാകരുത്. നമ്മൾ ഉണരണം. ഹാലലിയ ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കുകയും അനേകരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം അവരെ പിടിച്ച് ഒന്നും മനുഷ്യമായി നമ്മൾ എന്ത് പറഞ്ഞു, പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നുണ്ട്. ഹാലലിയ ശൗല് ഇത്രത്തോളം ഹാലലിയ ദൈവജനത്തെ ഉപദ്രവിക്കാൻ നടന്ന ശൗലിനെ ദൈവത്തിന് ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ പിശാച് കയ്യിലെ ചട്ടുകമാക്കി വെക്കുന്നവരൊക്കെ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. എങ്ങനെ കർത്താവിൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ യോഗ്യരാകണമെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നിയോഗിച്ചിരിക്കുന്നത്, എന്താ കർത്താവിൻ്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവുമായി തന്നെ നിങ്ങൾ മനുഷ്യരുടെ ശബ്ദത്തിലല്ല ദൈവത്തിൻ്റെ ശബ്ദത്തിന് കതർക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യണം. അതിനുവേണ്ടി ദൈവം സഹായിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.